ഫുട്ബോളിലും നല്ലോണം കളിക്കും. നല്ല ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. നാട്ടുകാരോട് എല്ലാവരോടും സഹായിക്കും. ഇവിടെ എല്ലാം ഓടിച്ചാടി നടക്കുന്നതാണ്. പാവമായിരുന്നു. ആരോടും ഇടിയുണ്ടാക്കാനൊന്നും പോത്തൊന്നുമില്ല. മര്യാദയ്ക്ക് ക്ലാസ്സിലിരിക്കും. മത്സരങ്ങൾ ടൂർണമെൻറ്റിനൊക്കെ വരും. രാവിലെയൊക്കെ മത്സരം ടൂർണമെൻറ്റിനൊക്കെ കളിക്കാൻ വരും. മിഥുൻ്റെ വേർപാട് സഹപാഠികളെ സംബന്ധിച്ചും വലിയ വേദന ഉളവാക്കുന്നതായി ഇപ്പോൾ മിഥുൻ്റെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന ലിബിൻ ഉണ്ട്. വലിയ വിഷമമായെന്നറിയാം. ഇന്ന് സ്കൂളിൽ പോയായിരുന്നോ മോൻ? ഇല്ല. എന്ത് പറ്റിയായിരുന്നു? പനിയായിരുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ എങ്ങനെയായിരുന്നു? കഴിഞ്ഞ ദിവസവും ഞാൻ പോയില്ലായിരുന്നു. ചേട്ടനും പനിയായിരുന്നു, എനിക്കും പനിയായതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് ഞാൻ പോയില്ല. ഒരാഴ്ചയായിട്ട് ഞാൻ പോയില്ലായിരുന്നു. മിഥുൻ പഠിക്കാൻ മിടുക്കനായിരുന്നോ? പിടിക്കാനായിരുന്നു. എങ്ങനെയായിരുന്നു ക്ലാസ്സിലുള്ള സഹപാഠികളോടൊക്കെ എങ്ങനെയായിരുന്നു ഇടപെടൽ? അത് കുഴപ്പമൊന്നുമില്ല, പാവമായിട്ടാണ്, അല്ലാതെ വേറൊന്നുമില്ല. പഠിത്തം മാത്രമല്ല ഫുട്ബോളിലും നല്ലോണം കളിക്കും. നല്ല ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. നാട്ടുകാരോട് എല്ലാവരോടും സഹായിക്കും. ഇവിടെ എല്ലാം ഓടിച്ചാടി നടക്കുന്നതാണ്. വലിയ വിഷമമുണ്ട് അതിന്. ഇപ്പോൾ അപകടം പറ്റിയ സ്ഥലം അങ്ങോട്ടേക്ക് നേരത്തെയും കുട്ടികൾ പോകുമായിരുന്നോ? ഇല്ലില്ല, എൻ്റെ അറിവിൽ അങ്ങനെയില്ല. ഞാനിപ്പോൾ ഈ വർഷമാണ് ചെല്ലുന്നത് അവിടെ. അപ്പം ഞാനിതുവരെയായിട്ടും കണ്ടിട്ടില്ല അവിടെ കയറുന്നതൊന്നും. അതായത് സ്കൂൾ തുറന്നതിന് ശേഷം മിഥുൻ ആ ഭാഗത്തേക്കൊന്നും പോയിട്ടില്ല? ഇല്ലില്ല, പോയിട്ടില്ല. ഈ വട്ടം മാത്രമേ പോയുള്ളൂ. ഇന്റർവെൽ സമയത്തൊക്കെ അവിടെ ആ ഭാഗത്തേക്ക് പോകാറുണ്ടോ കുട്ടികൾ? ഇല്ലില്ല, പോകത്തില്ല. ആ ഭാഗത്തോട്ടൊന്നും പോകത്തില്ല, ഗ്രൗണ്ടിൽ മാത്രം, അല്ലാതെ വേറൊന്നുമില്ല. എപ്പോഴെങ്കിലും ആരെങ്കിലും അവിടെ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇത്ര അടുത്താണ് വൈദ്യുത കമ്പി, അപകടമാണെന്ന് എപ്പോഴെങ്കിലും അങ്ങനെ ആരെങ്കിലും പറയുമായിരുന്നോ? ഇല്ലില്ല, ഞാൻ കേട്ടിട്ടില്ല അങ്ങനൊന്നും. അങ്ങനെ ഞാനൊന്നും പോകത്തില്ല. ഞങ്ങളിങ്ങനെ കറങ്ങി കിടക്കത്തേ ഉള്ളൂ, അല്ലാതെ വേറൊന്നും പോകത്തില്ല. ക്ലാസ്സിലൊക്കെ എങ്ങനെയായിരുന്നു മിഥുൻ? എങ്ങനെയായിരുന്നു കുട്ടികളുമായിട്ടൊക്കെ എങ്ങനെയായിരുന്നു? പാവമായിരുന്നു. ആരോടും ഇടിയുണ്ടാക്കാനൊന്നും പോകത്തൊന്നുമില്ല. മര്യാദയ്ക്ക് ക്ലാസ്സിലിരിക്കും. അത്ര. എപ്പോഴെങ്കിലും ഈ ഫുട്ബോൾ കളിക്കുമെന്നൊക്കെ പറയുമ്പം എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളൊക്കെ പറയുമായിരുന്നോ മിഥുൻ? എന്താകണമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമായിരുന്നോ? എന്നോട് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയൊന്നുമില്ല. അവൻ വൈകിട്ട് വന്ന് കളിക്കും, നല്ലോണം കളിക്കും. പിന്നെ ക്രിക്കറ്റും കളിക്കും, അത്രയൊക്കെ ഉള്ളൂ. ഒന്നും ആവണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. തേവലക്കര സ്കൂളിൽ പോയിട്ട് പറ്റത്തില്ലെങ്കിൽ JMHS സ്കൂളിലോട്ട് ആവണമെന്ന് പറഞ്ഞായിരുന്നു. അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? അത് അവൻ ഈ എന്തേലും വല്ലതും കാണിച്ചാലേ എന്തുവാ അത് അവരുടെ തേവലക്കര അവൻ്റെ കൂട്ടുകാരെല്ലാം JMHSലായിരുന്നു. അതുകൊണ്ട് അവന് തേവലക്കര സ്കൂളിൽ പോകാൻ അത്ര ആഗ്രഹമില്ലായിരുന്നു. അതുകൊണ്ട് അവൻ ഒരു മാസം പോയിട്ട് വലിയ കുഴപ്പമുണ്ടെങ്കിൽ JMHSലോട്ട് ആകുമെന്ന് പറഞ്ഞായിരുന്നു. നല്ല സുഹൃത്തുക്കളൊക്കെ മറ്റേ സ്കൂളിലായിരുന്നു? JMHSലായിരുന്നു. പിന്നെ ട്യൂഷന് ആദിക്കാട് നമുക്ക് ആയിരുന്നു. അവിടെ ട്യൂഷൻ സെൻറ്ററിലായിരുന്നു. അതിലവൻ വന്ന് രാവിലെ വന്നതും ഇന്ന് 7 മണിക്ക് പോയിട്ട് നേരെ അങ്ങ് ലൈൻ ബസ്സിൽ കയറി സ്കൂളിൽ പോയി. ടീച്ചേഴ്സൊക്കെ വരുന്നതിന് മുമ്പായിരുന്നു അവൻ പോയത്. അതുകൊണ്ടാണ് ഇവിടെ ആരും കാണാനും ഇല്ലായിരുന്നു. അതാ തന്നെ അവിടെ മേളിൽ കയറിയത്. ഇപ്പോൾ പഠിക്കുന്ന സ്കൂളിലൊക്കെ എങ്ങനെയാണ്? ഫുട്ബോൾ കളിക്കാനൊക്കെ നല്ല സൗകര്യമുള്ള സ്കൂളായിരുന്നോ? നല്ല ടീമൊക്കെ ഉണ്ടോ അവിടെ? അതെനിക്കറിഞ്ഞൂടാ, ഞാൻ അങ്ങനൊന്നും കണ്ടിട്ടില്ല. പക്ഷേ കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. മെനഞ്ഞാന്ന് ഫുട്ബോളിൻ്റെ കോച്ചിങ് ഉണ്ടായിരുന്നു ആ സ്കൂളിൽ. അപ്പം ഇവൻ പേരും എടുത്തായിരുന്നു. ഇവൻ പോയോന്ന് അറിഞ്ഞൂടാ. മെനഞ്ഞാന്ന് ഫുട്ബോളിന് സെലക്ഷൻ ഉണ്ടായിരുന്നു. ഇവൻ ഇവിടുന്ന് സെലക്ഷന് ബൂട്ടൊക്കെ കൊണ്ടുപോയി. അവൻ്റെ സെലക്ഷൻ മെനഞ്ഞാന്നേ ഫുട്ബോളിൻ്റെ സെലക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ബൂട്ടൊക്കെ കൊണ്ടുപോയി. അവന് സെലക്ഷൻ ഫുട്ബോളിൽ കിട്ടിയെന്ന് പറഞ്ഞായിരുന്നു. സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞായിരുന്നു ഫുട്ബോൾ ടീമിൽ. ഏതാ സ്കൂൾ ടീമിലോ? സ്കൂൾ ടീമിൽ സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞായിരുന്നു. അവൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. അവനെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കിട്ടത് സൈക്കിളിൽ നിന്ന് വിട്ടപ്പോൾ പറഞ്ഞു അല്ലേ? സ്കൂൾ ടീമിൽ സെലക്ഷൻ കിട്ടി, അപ്പോൾ നല്ല സന്തോഷമാണ്. അപ്പോൾ പ്രാക്ടീസൊക്കെ എവിടെയാണ്? സ്കൂൾ ഗ്രൗണ്ടും ഉണ്ട്, പിന്നെ വീടിനടുത്തൊരു ഗ്രൗണ്ടും ഉണ്ട്. വീടിൻ്റെ അപ്പുറത്ത് ഗ്രൗണ്ടുണ്ട്. ഇവിടുത്തെ സ്കൂളിൻ്റെ അടുത്തൊരു ഗ്രൗണ്ടുണ്ട്, അപ്പൂസ് എന്ന് പറഞ്ഞ്. അവിടുത്തെ ഗ്രൗണ്ട് വെച്ചിട്ടാണ് സെലക്ഷൻ എടുക്കുന്നത്. പിന്നെ ഞങ്ങളുടെ ഇവിടെ മത്സരങ്ങൾ ടൂർണമെൻറ്റിനൊക്കെ വരും. രാവിലെയൊക്കെ മത്സരം ടൂർണമെൻറ്റിനൊക്കെ കളിക്കാൻ വരും. അത്രേ ഉള്ളൂ. നിങ്ങളെ സംബന്ധിച്ചൊക്കെ വലിയ വിഷമം, താങ്ങാനാവാത്തൊരു വിഷമമായി പോയി. കൊച്ചു കുട്ടികളാണ്. അവർക്ക് അവരുടെ ഒരു സഹപാഠിയെയും സുഹൃത്തിനെയും ഒക്കെ നഷ്ടപ്പെട്ടപ്പോൾ ആ വേദന നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഫുട്ബോൾ കളിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു എന്നാണ് മിഥുൻ്റെ കൂട്ടുകാർ ഓർമ്മിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജികുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.